പിസ്താഷ്യോസ് അഥവാ കാഷ്യൂ ഫാമിലി നമ്മുടെ കപ്പലണ്ടി കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഇല്ലെങ്കിൽ അതുമായി സാമ്യം പുലർത്തുന്ന ഒരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഒരു ഭക്ഷണ പദാർത്ഥമാണ് പിസ്താഷ്യോസ് അഥവാ പിസ്ത. ആ പേര് തന്നെ നോക്കൂ, പിസ്താഷ്യോസ്. ഒരു ഇറ്റാലിയൻ നെയിമിനോട് സാമ്യം പുലർത്തുന്ന ഒരു പേരാണ്. പിസ്താഷ്യോസ് എന്നുള്ള നാമം കൊടുത്തതും ഇറ്റാലിക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് പിസ്താഷ്യോസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പിസ്ത, നമുക്ക് ആ പേര് വെച്ച് നമുക്ക് സംസാരിക്കാം. പിസ്ത എന്നുള്ള ഈ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ ഗുണവും ദോഷവുമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളത്. പിസ്ത നമ്മൾ കഴിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. ഇന്ന് ലോകത്ത് പിസ്തയുടെ പല രൂപത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ ലഭ്യമാണ്. അതിനകത്ത് ഐസ്ക്രീം മുതൽ ഒരുപക്ഷെ പിക്കിൾസ് അച്ചാർ വരെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇന്ന് പിസ്ത കൊണ്ട് ഉണ്ടാക്കി നമ്മൾ ഭക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ കഴിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം പിസ്തയുടെ ഗുണവും ദോഷവും. എന്നാൽ ഈ പിസ്തയുടെ ഗുണവും ദോഷവും പറയുന്നതിന് മുമ്പ് തന്നെ വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പിസ്തയുടെ ചരിത്രം നമുക്ക് നോക്കേണ്ടതുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചേർന്നിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് പിസ്ത. 1590കളുടെ തുടക്കത്തിൽ തന്നെ പിസ്ത മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏഷ്യയിൽ ഗൾഫ് രാജ്യങ്ങളിലാണ് പിസ്ത ആദ്യമായി കണ്ടെത്തിയിട്ടുള്ളത്. അതും തന്നെ സിറിയയിലാണ് പിസ്തയുടെ ഉത്ഭവ കേന്ദ്രം എന്ന് തന്നെ പറയപ്പെടുന്നു. എന്നാൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പിസ്ത ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇറാൻ, അതുപോലെ അമേരിക്കയിൽ തന്നെ കാലിഫോർണിയ കേന്ദ്രമാക്കിയിട്ടാണ് ഏറ്റവും കൂടുതൽ പിസ്ത ഇന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടാതെ സ്പെയിൻ, തുർക്കി എന്നീ രാജ്യങ്ങളിലും പിസ്ത അമിതമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ 7000 BCയുടെ തുടക്കകാലത്ത് തുർക്കിയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലോട്ട് പറിച്ച് നട്ടപ്പെട്ടതാണ് പിസ്ത എന്നുള്ളതും ആർക്കിയോളജിക്കൽ എവിഡൻസിൽ പറയുന്നുണ്ട്. പിസ്ത എന്നുള്ളത് ശരിക്കും ഒരു റോയൽ ഫുഡായിട്ടാണ് ഇന്ന് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ഇന്ന് മാത്രമല്ല, ചരിത്രത്തിൻ്റെ ഭാഗം അതുപോലെ തന്നെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഞാനെല്ലാം എൻ്റെ ലൈഫിൽ ഒരു 25 വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ എൻ്റെ കയ്യിൽ ഒരു പിസ്ത എടുത്ത് കഴിക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ സമയത്താണെങ്കിൽ ആ പ്രായഘട്ടത്തിലാണ് എനിക്കൊരു പിസ്ത എടുത്ത് കഴിക്കാൻ വേണ്ടി ലഭ്യമായിട്ടുള്ളത്. ഒന്നാമത് അതിൻ്റെ കോസ്റ്റാണ്. ഇപ്പോൾ എക്സാമ്പിൾ, 1 കിലോ പിസ്തക്ക് വരുന്ന റേറ്റിന് ഏകദേശം 1000 ഇന്ത്യൻ റുപ്പീസ് വരുന്നുണ്ട്. ഒരു ആവറേജ് നല്ല ക്വാളിറ്റിയിൽ ഒരു പിസ്തയുടെ എമൗണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പിസ്ത ഒരു റോയൽ ഫുഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാനുള്ള കാരണം. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ക്യൂൻ ഓഫ് ഷിബ എന്ന് പറഞ്ഞുള്ളത് ക്രിസ്ത്യൻസിൻ്റെ ബൈബിളിനകത്ത് പരാമർശിച്ചിട്ടുള്ള ഒരു രാജ്ഞിയുടെ പേരാണ് ക്യൂൻ ഓഫ് ഷിബ. മാത്രമല്ല, ഇതേ സ്ത്രീ തന്നെ ഖുർആനകത്തും ബൽക്കീസ് രാജ്ഞി എന്ന പേരിലും പരാമർശിച്ചിട്ടുണ്ട്. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഏറ്റവും ഒരു ഇഷ്ടഭക്ഷണമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നൊരു ഫുഡാണ് ഈ പിസ്ത എന്നുള്ളത്. അവർ റോയൽ ഫാമിലിയിൽ അല്ലെങ്കിൽ റോയൽ ഫാമിലികൾ മാത്രം ഭക്ഷിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമായിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയായിട്ടാണ് അതിനെ പിസ്തയെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1980കളുടെ തുടക്കത്തിലാണ് പിസ്ത അമേരിക്കയിലോട്ട് കാലുവെച്ച് തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൂടാതെ തന്നെ 1930കളുടെ തുടക്കത്തിൽ കാലിഫോർണിയ കേന്ദ്രമാക്കി പിസ്തയുടെ അമിതമായിട്ടുള്ള ഒരു ഉൽപ്പാദനം അമേരിക്ക തുടക്കം കുറിക്കുകയുണ്ടായി. ഇന്ന് ലോകത്ത് ഇറാൻ, സിറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിസ്ത ഉൽപ്പാദിപ്പിക്കുന്ന ലോകരാജ്യങ്ങളിൽ ഒന്നാണ് ഈ അമേരിക്കയിലെ കാലിഫോർണിയ എന്നുള്ള സംസ്ഥാനം. കൂടാതെ തന്നെ ഇതിന് പിന്തുണ അറിയിച്ചിട്ട് സ്പെയിനും വളരെ നല്ല രീതിയിൽ പിസ്ത ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പിസ്തയുടെ വളർച്ച നോക്കാം. വരണ്ട് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് പിസ്ത വളരാൻ കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. അതിൽ തന്നെ സലൈൻ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭാഗത്താണോ മണ്ണിൽ ഏറ്റവും കൂടുതൽ സലൈൻ അല്ലെങ്കിൽ ഉപ്പിൻ്റെ ഉള്ളോ ആ ഭാഗത്താണ് പിസ്ത അമിതമായി വളരുക അല്ലെങ്കിൽ വളരാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യം. പിസ്ത വളർന്നതിൻ്റെ ചെടി മാക്സിമം ഉയരുകയാണെങ്കിൽ തന്നെ 33 അടിയാണ് ഇതിൻ്റെ മാക്സിമം ഉയരം. ഒരു പിസ്ത മരം ചെടി നട്ട് അത് വലുതായി ഏകദേശം 300 വർഷത്തോളം ഭൂമിയിൽ നിലനിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രം. ഒരു ചെടി ഇല്ലെങ്കിൽ ഒരു പിസ്തയുടെ തൈ നട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങാൻ ഏകദേശം 7 മുതൽ 10 വർഷം വരെ സമയം എടുക്കുന്നുണ്ട്. അത്രത്തോളം വർഷം നമ്മൾ കാത്തു നിൽക്കണം ഒരു പിസ്ത ചെടിയിൽ നിന്നും നമുക്ക് പിസ്തയുടെ നെറ്റ് ലഭ്യമാകാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതിൻ്റെ നെറ്റ് ലഭ്യമായി തുടങ്ങി അല്ലെങ്കിൽ പിസ്തയുടെ കുരു ലഭ്യമായി തുടങ്ങി കഴിഞ്ഞാൽ വർഷത്തിൽ 2 വർഷത്തിനിടയിൽ നമുക്ക് 50 കിലോ വരെ ശരാശരി പിസ്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. 2018 ലോകത്തിൽ പിസ്തയുടെ ഏകദേശം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.4 മില്യൺ ടൺസ് ആണ്. അതായത് 126 കോടി കിലോ പിസ്തയാണ് 2018 മാത്രം ഉൽപ്പാദിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ 72% ഉൽപ്പാദിപ്പിക്കുന്നത് ഇറാനും അമേരിക്കയും കൂടിയിട്ടാണ്. 72% ഉൽപ്പാദിപ്പിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന 2 രാജ്യങ്ങളാണ് ഇവ. ഇനി നമുക്ക് പിസ്ത നട്ടിനകത്ത് അടങ്ങിയിട്ടുള്ള
ന്യൂട്രീഷണൽ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. കൂടാതെ തന്നെ അതിൻ്റെ കോമ്പോസിഷൻ എന്തെല്ലാം എന്ന് നോക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പിസ്തകൾ ഏകദേശം 100 ഗ്രാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 100 ഗ്രാം പിസ്തക്കകത്ത് അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷണൽ വാല്യൂ എത്രയെന്ന് നോക്കാം. ഇതിനകത്ത് എനർജി 100 ഗ്രാം പിസ്തക്കകത്ത് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. 100 ഗ്രാം പിസ്തക്കകത്ത് അടങ്ങിയിട്ടുള്ളത് എനർജി 2351 kg കിലോ ജൂൾ. അത് നമുക്ക് 562 കിലോ കലോറി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. കൂടാതെ തന്നെ കാർബോഹൈഡ്രേറ്റിനകത്ത് 27.51 ഗ്രാം കാർബോഹൈഡ്രേറ്റും അതിൽ തന്നെ ഷുഗർ 7.66 ഗ്രാമും വരുന്നുണ്ട്. കൂടാതെ തന്നെ ഡയറ്ററി ഫൈബർ 10.3 ഗ്രാമും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഫാറ്റ് നോക്കാം. 40.539 ഗ്രാം ഫാറ്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് 5.556 ഗ്രാമും മോണോസാച്ചുറേറ്റഡ് ഫാറ്റ് 23.80 ഗ്രാമും കൂടാതെ തന്നെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് 13.774 ഗ്രാമും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി പ്രോട്ടീൻ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. 20.27 ഗ്രാം പ്രോട്ടീനും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ വൈറ്റമിൻ ഏതെല്ലാം നമുക്ക് നോക്കാം. വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ B1 അഥവാ തയാമിൻ അടങ്ങിയിട്ടുണ്ട്, റൈബോഫ്ലാവിൻ B2 അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ നയാസിൻ B3 അടങ്ങിയിട്ടുണ്ട്, പന്തോണിക് ആസിഡ് B5 അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ B6 അതായത് പൈറിഡോക്സിൻ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഫോളേറ്റ് B9 അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ എ, ബി, B1, B3, B5, B6, B9 അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിനകത്ത് അടങ്ങിയ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. 5.6 മില്ലിഗ്രാം 100 ഗ്രാമിനകത്ത് 5.6 മില്ലിഗ്രാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത്രത്തോളം വൈറ്റമിൻസാണ് 100 ഗ്രാം പിസ്തക്കകത്ത് അടങ്ങിയിട്ടുള്ളത്. ഇനി പിസ്തക്കകത്ത് അടങ്ങിയിട്ടുള്ള മിനറൽസ് എന്തെല്ലാം നോക്കാം. കാൽസ്യം 105 മില്ലിഗ്രാം കാൽസ്യം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ അയൺ, മാഗ്നീഷ്യം, മാംഗനൈസ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സിങ്ക് ഇത്രത്തോളം മിനറൽസാണ് പിസ്തക്കകത്ത് അടങ്ങിയിട്ടുള്ളത്. കൂടാതെ തന്നെ വാട്ടർ 100 ഗ്രാം പിസ്ത എടുക്കുമ്പോൾ അതിനകത്ത് 4 ഗ്രാം വെള്ളം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ഭക്ഷണ പദാർത്ഥമായിട്ടാണ് പിസ്തയെ കൺസിഡർ ചെയ്യുന്നത്. അതിനാൽ തന്നെ പിസ്തയുടെ ആരോഗ്യ ഗുണങ്ങൾ മനസ്സിലാക്കി 2003 ജൂലൈ മാസത്തിൽ FDA അതായത് ഫുഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഒരു ഏറ്റവും ബെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി ഫുഡായിട്ട് FDA ഇതിനൊരു അംഗീകാരം കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. കാരണം മെഡിസിനെല്ലാം അംഗീകാരം കൊടുക്കുന്ന, ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു കൊറോണയുടെ ഒരു വാക്സിൻ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യ ശരീരത്തിൽ ഉപയോഗിക്കാൻ ആദ്യം അംഗീകാരം കൊടുക്കേണ്ടത് FDA എന്നുള്ള സംഘടനയാണ്. അവർ അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ വാക്സിനെല്ലാം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ FDA ആണ് ഈ ഏറ്റവും മികച്ച ഒരു ഭക്ഷണ പദാർത്ഥമായിട്ട് പിസ്സയെ കൺസിഡർ ചെയ്ത് അതിന് അംഗീകാരം കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പിസ്സയുടെ ഗുണങ്ങൾ നോക്കാം. ദൈനംദിന ജീവിതത്തിൽ പിസ്ത കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഈ വീഡിയോക്കകത്ത് ശരിക്കും എടുത്തു പറയേണ്ട കാര്യങ്ങൾ അതാണ്. മുമ്പ് പറഞ്ഞതെല്ലാം അതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഹൈ ലെവലിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയതിനാലും കൂടാതെ തന്നെ പൊട്ടാസ്യം അടങ്ങിയതിനാലും പിസ്ത ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആൻറ്റി ഓക്സിഡൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, ഇല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് മനുഷ്യ ശരീരത്തിൽ കടന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഭവത്തെ നമ്മൾ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നു. കൂടാതെ തന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റും ആൻഡ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റും ഇതിനകത്ത് ഉള്ളതിനാൽ തന്നെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ സഹായകരമാകുന്നു. അതിലൂടെ തന്നെ ഹൃദയത്തിന് വരുന്ന രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടും നമുക്ക് പിസ്ത ദിവസം കഴിക്കുന്നത് ഉപയോഗപ്പെടും. എത്രത്തോളം കഴിക്കണം എന്നുള്ളത് ഞാൻ പറയാം. ഇനി നമുക്ക് അടുത്തൊരു ഉപയോഗം നോക്കാം. എന്താണ് പിസ്തയുടെ മറ്റൊരു ഉപയോഗം? പിസ്തക്കകത്ത് അടങ്ങിയിട്ടുള്ള ഫൈബർ, മിനറൽസ്, കൂടാതെ തന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഇത് വിഘടിക്കുന്നതിനാൽ കാരണത്താൽ, ഇല്ലെങ്കിൽ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ശരീരത്തിൽ പോയി വിഘടിക്കുന്നത് കാരണത്താൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള പഞ്ചസാരയുടെ ലെവൽ, അതായത് ബ്ലഡ് ഷുഗർ ലെവൽ, കൂടാതെ തന്നെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നിവ എപ്പോഴും ഒരു തുലന നിലയിൽ മുന്നോട്ട് പോകാൻ, എപ്പോഴും ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ ഇവർ കൺട്രോളായിട്ട് നിലനിൽക്കാൻ സാധിക്കുന്നു. ഇനി നാലാമതായി പറയേണ്ടത് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയതിനാൽ നമ്മുടെ സെൽസ് ഡാമേജ് നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ക്യാൻസർ പോലെ രോഗങ്ങൾ വന്ന് നമ്മുടെ സെല്ല് ഡാമേജ് ആവുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള മിനറൽസ് സഹായിക്കുന്നു, ആൻറ്റി ഓക്സിഡൻസ് സഹായിക്കുന്നുണ്ട്. മറ്റു നട്ട്സുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിസ്ത കഴിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ എക്സാമ്പിൾ വാൽനട്ട് എടുത്ത് കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് അമിതമായിട്ടുള്ള കലോറി അടങ്ങിയിട്ടുണ്ട്, ഒരു പക്ഷേ ശരീരഭാരം കൂടാൻ കാരണമാവാറുണ്ട്. എന്നാൽ നമ്മൾ പിസ്ത എടുത്ത് കഴിക്കുമ്പോൾ അത്രത്തോളം കലോറി ഇതിനകത്തില്ല, ലോ കലോറിയാണ്. അത് കാരണത്താൽ നമുക്ക് പിസ്ത കഴിക്കുകയും ചെയ്യാം, എന്നാൽ ശരീരവണ്ണം കൂടുന്ന ഒരു സാഹചര്യം വരുന്നുമില്ല. ശരീരവണ്ണം കൂടി മറ്റു അസുഖങ്ങൾ വരാവുന്ന ഒരു സാഹചര്യം വരുന്നുമില്ല. അത് കാരണത്താൽ നമുക്ക് പിസ്ത കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പവുമില്ല.
ഇനി വൈറ്റമിൻ ബി കോംപ്ലക്സ്, അയേൺ ഇത് രണ്ടും ഇതിനകത്ത് അടങ്ങിയത് കാരണത്താൽ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായകരമാകുന്നു. കൂടാതെ തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള മിനറൽസ് അത് ചർമ്മത്തിനും നഖത്തിനും മുടിക്കും ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഇനി പിസ്തയുടെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വൈറ്റമിൻ സി, ബി അടങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റമിൻ സിയും ബിയും രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടി ഉപയോഗിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിനകത്ത് അടങ്ങിയുള്ള ബി കോംപ്ലക്സ്, B1, B6, B12 അങ്ങനെ പറഞ്ഞിട്ടുള്ള ബി കോംപ്ലക്സും രക്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുകൂടാതെ തന്നെ അതിലൂടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം സുഖകരമാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. കൂടാതെ തന്നെ പിസ്ത ആവശ്യമായ പിസ്ത ഒരു ദിവസം ദൈനംദിന ജീവിതത്തിൽ കഴിക്കുകയാണെങ്കിൽ LDL അതായത് ബാഡ് കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നു. പിസ്തയുടെ മറ്റൊരു ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്തക്കകത്ത് അടങ്ങിയിട്ടുള്ള ഫോസ്ഫറസ് ഉണ്ട്. അത് പ്രോട്ടീനുകളെ അമിനോ ആസിഡാക്കി മാറ്റി ഇല്ലെങ്കിൽ അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നു, ഇല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. കൂടാതെ തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിച്ച് ഒരു യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് പിസ്ത ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ തന്നെ പ്രമേഹ രോഗികൾ ദിവസം 2-3 പിസ്ത കഴിക്കുമ്പോൾ അതിലൂടെ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ പിസ്ത വളരെ നല്ലതാണ്. കൂടാതെ തടി കുറയാൻ വേണ്ടിയിട്ടും ഹൃദയത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ദഹന സംബന്ധമായ അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ടും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും പിന്നെ പ്രതിരോധശേഷി ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ദൈനംദിന ജീവിതത്തിൽ പിസ്ത കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്കിതിൻ്റെ ദോഷഫലങ്ങൾ, പിസ്ത കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ, സൈഡ് എഫക്ട്സ് എന്താണെന്ന് നോക്കാം. പിസ്തയുടെ ദോഷഫലങ്ങൾ: അമിതമായി പിസ്ത കഴിച്ചു കഴിഞ്ഞാൽ, അതായത് ദിവസം 1 കപ്പ് പിസ്ത 128 ഗ്രാം പിസ്ത കഴിച്ചു കഴിഞ്ഞാൽ അത് ബ്ലഡ് പ്രഷർ കൂടാൻ കാരണമാകുന്നു. കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള പിസ്തയിൽ അടങ്ങിയിട്ടുള്ള സോഡിയമാണ് അതിന് കാരണം. പിസ്തകത്ത് ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിസ്ത വളരാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലൈൻ സോയിലാണ്, അതായത് ഉപ്പ് അടങ്ങിയിട്ടുള്ള മണ്ണിലാണ് പിസ്ത വളരുക. അത് കാരണത്താൽ തന്നെ പിസ്തയിൽ അമിതമായിട്ടുള്ള സാൾട്ടിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അത് കാരണത്താൽ തന്നെ അമിതമായിട്ടുള്ള പിസ്ത കഴിച്ചു കഴിഞ്ഞാൽ 1 കപ്പ് പിസ്ത 128 ഗ്രാം പിസ്ത കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് BP കൂടാൻ കാരണമാവുന്നുണ്ട്. പിന്നെ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഇതിനകത്ത് ഉള്ളത് കാരണത്താൽ ബെല്ലി ഫാറ്റ് വരാൻ വേണ്ടിയിട്ട് കാരണമാകുന്നു. പിന്നെ ഇതിനകത്ത് ബ്ലോട്ടിങ്, നമ്മുടെ വയറിനകത്ത് അമിതമായിട്ട് പിസ്ത കഴിച്ചു കഴിഞ്ഞാൽ വയറിനകത്ത് ഗ്യാസ്, ഒരുപക്ഷെ ഛർദ്ദിക്കാൻ വരുന്നൊരവസ്ഥ, നോസിയ ഇതെല്ലാം കാരണമാകുന്നുണ്ട്. കൂടാതെ തന്നെ അബ്ഡോമിനൽ പെയിൻ, അതായത് അടിവയറിൽ വേദന ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഏജ് ഫാക്ടർ, പിസ്ത ആർക്കെല്ലാം കഴിക്കാമെന്ന് നോക്കാം. 2 വയസ്സിനും മുകളിലുള്ള ആർക്കും പിസ്ത കഴിക്കാം. എന്നാൽ 2 വയസ്സിനും 5 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് 1-2 പിസ്ത ദിവസം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ 10 വയസ്സിനും 12 വയസ്സിനും മുകളിലുള്ള വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ 10-12 വയസ്സിൽ വയ്ക്കുന്ന കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് ആർക്കോ 12 വയസ്സിന് മുകളിലുള്ള ആർക്കും ആണെങ്കിൽ പോലും ദൈനംദിന ജീവിതത്തിൽ 2-3 പിസ്ത കഴിക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. ഇനി നമുക്ക് ഒരു നോർമലായിട്ടുള്ള ഒരു വ്യക്തിക്ക്, അതായത് ഒരു 18 വയസ്സിന് മുകളിൽ വരുന്ന ഒരു നോർമലായിട്ടുള്ള ഒരു അഡൽട്ടിന് എത്രത്തോളം പിസ്ത ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കാം എന്ന് നോക്കാം. അതായത് ഒരു ഉള്ളൻ കൈയിൽ കൊള്ളാവുന്ന അത്രത്തോളം പിടി അല്ലെങ്കിൽ അത്രത്തോളം പിസ്ത നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. അത് 1-2 പിടി എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇനി മാക്സിമം എടുത്ത് കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു ദിവസം 42 ഗ്രാമിൽ കൂടുതൽ പിസ്ത ഒരു ദിവസം കഴിക്കാൻ പാടില്ല. സോ ഇത്രത്തോളമാണ് പിസ്തയെക്കുറിച്ചിട്ടുള്ള ഒരു ഫുള്ളായിട്ടുള്ള റിവ്യൂ. ഓക്കെ, ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഗർഭാവസ്ഥയിൽ നിർബന്ധമായിട്ടും പിസ്ത കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതിനകത്ത് പ്രോട്ടീൻ അനവധിയായിട്ട് അടങ്ങിയ ഒരു പ്രോട്ടീൻ്റെ കലവറ തന്നെയാണ് പിസ്ത. ദിവസവും 4-5 പിസ്ത കഴിക്കുന്നത് വളരെ നല്ലതാവും. കാരണം ഗർഭകാലത്ത് പിസ്ത കഴിക്കുന്നതിലൂടെ പ്രമേഹം ഷുഗർ വരുന്നത് തടയാൻ സഹായിക്കുമെന്ന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ പറയുന്നുണ്ട്. സോ ഇതാണ് പിസ്തയെക്കുറിച്ചിട്ട് വളരെ വിശദമായി പറയുന്ന ഒരു റിവ്യൂ. ഈ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു.